ജ്യോത്സ്യശാസ്ത്രപ്രകാരം ഓരോ നക്ഷത്രത്തിനും അതിന്റേതായ സ്വഭാവ സവിശേഷതകളുണ്ട്. ഈ പൊതുവായ സ്വഭാവങ്ങൾ വ്യക്തികളിൽ നല്ല രീതിയിലും മോശം രീതിയിലും പ്രതിഫലിക്കാം. എല്ലാ വ്യക്തികളെയും ഒരുപോലെ കാണാൻ സാധ്യമല്ലെങ്കിലും ചില നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക പ്രവണതകൾ പൊതുവെ കാണാറുണ്ട്. ഈ ഗണത്തിൽ ചില നക്ഷത്രങ്ങൾ തങ്ങളുടെ കാര്യസാധ്യത്തിനായി നിലപാടുകളെടുക്കുന്നവരും ചിലപ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാക്കുന്നവരുമായി കാണപ്പെടാറുണ്ട്. ഇത് അവരുടെ അടിസ്ഥാന സ്വഭാവമായി വരുന്ന ഒന്നാണ്. അല്ലാതെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെല്ലാം ഇങ്ങനെയെന്നല്ല ഇതിനർത്ഥം. എങ്കിലും ഈ നക്ഷത്രക്കാരുമായി ഇടപഴകുമ്പോൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചോദ്യനക്ഷത്രക്കാർ ചില സന്ദർഭങ്ങളിൽ വിശ്വാസവഞ്ചന കാണിക്കാൻ സാധ്യതയുള്ളവരായി പൊതുവെ പറയാറുണ്ട്. അതുപോലെ തന്നെ അത്തം നക്ഷത്രക്കാരും വിശ്വാസ്യതയുടെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തേണ്ടവരാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ പ്രധാന പ്രത്യേകത അവരുടെ സ്വയം താൽപര്യങ്ങൾക്കാണ് ഇവർ മുൻഗണന നൽകുന്നത് എന്നതാണ്. തങ്ങളുടെ ആവശ്യം വരുമ്പോൾ മറ്റുള്ളവരെ വിഷമഘട്ടങ്ങളിലാക്കാനും ഇവർ മടിക്കില്ല. മകയിരം നക്ഷത്രക്കാരും ഈ ഗണത്തിൽപ്പെടുന്നു. സാമ്പത്തികപരമായ ഇടപാടുകൾ നടത്തുമ്പോൾ ഈ നക്ഷത്രക്കാരുമായി കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ്. ആയില്യം നക്ഷത്രക്കാരും വിശ്വസിക്കാൻ പ്രയാസമുള്ളവരായി ചില ഘട്ടങ്ങളിൽ അനുഭവപ്പെടാം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇവർ കൂടെ നിൽക്കാതെ മാറി നിൽക്കാനോ മറ്റുള്ളവരെ ഒഴിവാക്കാനോ സാധ്യതയുണ്ട്. പൂരം നക്ഷത്രക്കാരെക്കുറിച്ചും സമാനമായ പ്രവണതകൾ പറയാറുണ്ട്. അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ഒരു ചതിക്കാനുള്ള പ്രവണത ഇവരിൽ ചിലരിൽ കാണാറുണ്ട്. ഓരോ നക്ഷത്രത്തിന്റെയും പൊതുവായ സ്വഭാവങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. വ്യക്തിയുടെ ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ നിലയനുസരിച്ച് ഈ സ്വഭാവങ്ങൾക്ക് മാറ്റങ്ങൾ വരാം. അതിനാൽ ഈ പൊതുഫലത്തെ അന്തിമമായി കണക്കാക്കാതെ വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധിച്ച ശേഷം ഒരു നിഗമനത്തിലെത്തുന്നതാണ് ഉചിതം.